ഏതൊരു മാതാപിതാക്കളെ പോലെയും സുരേന്ദ്രനും ലീലക്കും തങ്ങളുടെ ഒരേ ഒരു മകളായ രാധികയെ കുറിച്ച് വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. രാധികയെ നന്നായി പഠിപ്പിക്കുക, തങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൾക്ക് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക, ശേഷം നല്ലൊരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചേൽപ്പിക്കുക. ഏതൊരു മാതാപിതാക്കളെ പോലെയും സുരേന്ദ്രനും ലീലക്കും ആ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ജീവിതത്തിൽ ആകെപ്പാടുണ്ടായിരുന്നത്. പക്ഷേ വിധി അവർക്ക് വിധിച്ചത് മറ്റൊന്നായിരുന്നു. കണ്ണീരുണങ്ങാത്ത ഒരു ദുരന്തമായിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു സുരേന്ദ്രനത്. ഭാര്യ ലീലയും ഒരേ ഒരു മകൾ രാധികയും മാത്രമായിരുന്നു അയാളുടെ ലോകം. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ആ വിവരം അവർ അറിയുന്നത്. വർഷങ്ങളായി രാധിക ഷിജു എന്നൊരു യുവാവുമായി കടുത്ത പ്രണയത്തിലായിരുന്നു. ആദ്യം അറിഞ്ഞപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനൊരു നീക്കം തങ്ങളുടെ മകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരിക്കലും ആ അച്ഛൻ പ്രതീക്ഷിച്ചതല്ല. എങ്കിൽ പോലും ഈ പ്രണയത്തെ ആ അച്ഛനും അമ്മയും വലിയ രീതിയിൽ എതിർത്തു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമായോ കുടുംബപരമായോ ഉള്ള ഏറ്റക്കുറിച്ചിലുകൾ ആയിരുന്നില്ല, മറിച്ച് ഷിജു എന്ന ആ പയ്യൻ ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്നും പോലീസ് റെക്കോർഡിൽ പോലും നോട്ടപ്പുള്ളിയായിട്ടുള്ള ആളാണെന്നും വന്നത് സുരേന്ദ്രന് അറിയായിരുന്നു. സുരേന്ദ്രൻ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. ലീലയും ഈ ബന്ധത്തെ കഠിനമായി എതിർത്തു. മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. മകളുടെ സുരക്ഷിതമായ ഒരു ഭാവിയും ജീവിതവും കണ്ടിട്ട് സ്വപ്നം കാണുന്ന മാതാപിതാക്കൾക്ക് ഇത്തരം ഒരു സംഗതി വരുമ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ സാധിക്കൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കോ കൽപ്പനകൾക്കോ വില കൊടുക്കാൻ രാധിക എന്ന അവരുടെ ഒരേ ഒരു പുത്രി തയ്യാറല്ലായിരുന്നു. അവൾ മാതാപിതാക്കളുടെ എല്ലാ വാക്കുകളെയും നിഷ്കരുണം തള്ളി. ഷിജുവിനെ കുറിച്ചുള്ള ആരോപണത്തിൽ യാതൊരു കഴമ്പില്ലെന്നും അത് വെറും കെട്ടുകഥകളാണെന്നും ഷിജു അവളെ ഒരു പക്ഷേ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കണം. എന്തായാലും ആ ഒരു വിശ്വാസമായിരുന്നു അവളിലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നാൾ വീട്ടുകാരുടെ സകല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ കാമുകനായ ഷിജുവിനൊപ്പം ഇറങ്ങിത്തിരിക്കാൻ രാധിക തീരുമാനിച്ചു. ജീവന് തുല്യം സ്നേഹിച്ച അച്ഛനെയും അമ്മയെയും അവൾ ഒരുപാട് കരയിച്ചു. അവരുടെ വാക്കുകളെ പൂർണ്ണമായും അവഗണിച്ചു. അവൾ പെട്ടെന്നൊരു ദിവസം ഷിജുവിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. ആ വീട് വിട്ടിറങ്ങിപ്പോയി. ജീവന് തുല്യം സ്നേഹിച്ച ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൾ സ്വപ്നം കണ്ടിരുന്നത് ഒരു മനോഹരമായ ദാമ്പത്യ ജീവിതം തന്നെ കാത്തിരിപ്പുണ്ട് എന്നായിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു എന്ന് രാധികയ്ക്ക് മനസ്സിലാക്കാൻ അധിക കാലം വേണ്ടി വന്നില്ല. കേവലം 8 മാസം മാത്രമാണ് ആ ദാമ്പത്യം മുന്നോട്ട് പോയത്. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഷിജു തന്റെ സ്വഭാവത്തിലെ തനിനിറം പുറത്തെടുത്തു തുടങ്ങിയിരുന്നു. അക്കാലങ്ങളിൽ സ്നേഹത്തിന് പകരം ശക്തമായ അപമാനങ്ങളും ക്രൂരതകളും മർദ്ദനങ്ങളുമായിരുന്നു രാധികയ്ക്ക് ഷിജുവിൽ നിന്നുണ്ടായിരുന്നത്. മിക്കപ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ടി വരുന്ന ഷിജു പലപ്പോഴും രാധികയെ ദിവസങ്ങളോളം റൂമിൽ പൂട്ടിയിട്ട് പട്ടിണി കിട്ടിയിരുന്നു. അപ്പോഴാണ് രാധികയുടെ അച്ഛൻ സുരേന്ദ്രൻ പറഞ്ഞ അതിന്റെ ഉൾപ്പൊരുൾ രാധികക്ക് മനസ്സിലാവുന്നത്. ഷിജു അങ്ങനെ വെറും ഒരു ഷിജു അല്ല, പല കേസുകളിലും പ്രതിയായ ഷിജുവാണ്. അയൽപ്പക്കത്തെ വീടിന്റെ ഓട് തല്ലിപ്പൊട്ടിച്ചതിന് അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു. ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഷിജു പ്രതിയായിരുന്നു. ഇതൊക്കെ രാധിക വൈകിയാണ് അറിഞ്ഞത്. അപ്പോഴേക്കും സമയം ഒരുപാട് കടന്നുപോയിരുന്നു. കാര്യങ്ങൾ തന്റെ കൈപ്പിടിയിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോയിരുന്നു. ഭർത്താവിന്റെ അസഹ്യമായ പീഡനം കാരണം പലപ്പോഴും രാധിക വീട് വിട്ടിറങ്ങി സുരേന്ദ്രന്റെ വീട്ടിലേക്ക്, അതായത് രാധികയുടെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയും അവൾക്ക് രക്ഷയുണ്ടായിരുന്നില്ല. ഷിജു എന്ന ക്രൂരനായ തന്റെ ഭർത്താവ് രാധികയുടെ വീടിന് നേരെയും പലപ്പോഴും ആക്രമണം അയച്ചുവിട്ടിട്ടുണ്ട്. രാധികയുടെ മാതാപിതാക്കളെ വഴിയിൽ വെച്ച് പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട്. സൈകട്ട സുരേന്ദ്രനും ലീലയും ഒടുവിൽ ഷിജുവിനെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ക്ഷേത്രനടയിൽ വെച്ച് ഷിജുവിന്റെയും രാധികയുടെയും വിവാഹം ഔദ്യോഗികമായി നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ച് അദ്ദേഹം മംഗളമായി നടത്തി.
ചോദിക്കുന്ന സ്വർണവും പണവും വീട്ടിലേക്കുള്ള ഫർണിച്ചർ ഉൾപ്പെടെ സകലതും വാങ്ങി മകളെയും മരുമോനെയും പരമാവധി സന്തോഷിപ്പിക്കാൻ അത്ര വലിയ കഴിവില്ലാഞ്ഞിട്ട് പോലും സുരേന്ദ്രനും ലീലയും പരമാവധി ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും ആ ഷിജു എന്ന നരാധമന്റെ മനസ്സ് ഒട്ടും മാറിയിരുന്നില്ല. ഭാര്യ വീട്ടുകാരുടെ സ്വത്തിലും പണത്തിലുമായിരുന്നു അയാളുടെ ആ കഴുകൻ കണ്ണുകൾ. വീടും വസ്തുക്കളും തന്റെ പേരിൽ ഉടനെ ആക്കിത്തരണമെന്നും രാധിക ഉടൻ തന്നെ മതം മാറണമെന്നും അയാൾ വലിയ രീതിയിൽ വാശി പിടിച്ചു. പോലീസിൽ പരാതി നൽകിയിട്ടും മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായിട്ടും ഷിജുവിന്റെ പീഡനത്തിൽ മാത്രം യാതൊരു കുറവും സംഭവിച്ചില്ല. സ്വന്തം മാതാപിതാക്കൾ ഒപ്പം ഉണ്ടായിട്ട് പോലും ഭർത്താവിന്റെ വീട്ടുകാരുടെയും കടുത്ത മാനസിക പീഡനം രാധിക എന്ന കുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒടുവിൽ ഇനി സഹിക്കാൻ വയ്യെന്നായപ്പോൾ ഒരു ദിവസം രാധിക തന്റെ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. 8 മാസം മാത്രം നീണ്ടുനിന്ന നരകതുല്യമായ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ അവൾ അവളുടെ ജീവൻ അവസാനിപ്പിച്ചു. തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് ഷിജുവും അയാളുടെ അമ്മയും അയാളുടെ പെങ്ങളുമാണെന്ന് എഴുതി വെച്ചിട്ടായിരുന്നു രാധിക ആത്മഹത്യ ചെയ്തിരുന്നത്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നവന്റെ പാശ്ചാത്തലം പോലും നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഒരു വലിയ പാഠമാണ് രാധികയുടെ ജീവിതം. ജീവന് തുല്യം സ്നേഹിച്ചവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിക്ക് അവസാനം ലഭിച്ചത് 6 അടി മണ്ണിലെ അന്ത്യവിശ്രമം മാത്രമായിരുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി.